മുഖാരിജുൽ ഹുറൂഫില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങള് മൂന്ന് അക്ഷരങ്ങളുടെ മഖ്റജ് ഒന്ന് തന്നെയാണ്. സീൻ, ഫാദ്, സായ്. ഈ മൂന്ന് അക്ഷരങ്ങളുടെ മഖ്റജാണ് നമ്മൾ പഠിക്കുന്നത്. സായി എന്നും പറയും, സ എന്നും പറയും, സായ് എന്നും പറയും, സ എന്നും പറയും. ഓക്കെ, ഈ മൂന്ന് അക്ഷരങ്ങളുടെ മഖ്റജ് നമ്മൾ പഠിക്കുകയാണ്. നാവിന്റെ കൂർത്തറ്റം, നാവിന്റെ ഏറ്റവും ആ കൂർത്തറ്റം താഴെ മുൻപല്ലിന്റെ മുകൾ വശത്ത് തട്ടുമ്പോഴാണ് സീൻ, ഫോദ്, സായ് ഈ മൂന്നക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ഫോദ്, സീൻ, സായ്. നാവിന്റെ കൂർത്തറ്റം താഴെ മുൻപല്ലിന്റെ മുകൾ വശം എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള മുൻപല്ലിന്റെ ഇടയില്, രണ്ട് പല്ലിന്റെയും ഇടയില് ഏകദേശം മുകൾ വശത്തായിട്ട് സീൻ, സായ്, ഫോദ്. എല്ലാരും പറഞ്ഞു നോക്കൂ, ഇതാണ് മൂന്ന് അക്ഷരങ്ങൾ. എല്ലാരും ഒന്ന് പറഞ്ഞു എന്റെ കൂടെ. സീൻ, സായ്, ഫോദ്. കണ്ടോ, ഈ മൂന്ന് അക്ഷരങ്ങളുടെയും മഖ്റജ് നാവിന്റെ കൂർത്തറ്റം താഴെ മുൻപല്ലിന്റെ മുകൾ വശം അഥവാ താഴെ മുൻപല്ലിന്റെ ഇടയിൽ തട്ടുമ്പോഴാണ് ഈ മൂന്നക്ഷരങ്ങളും ഉണ്ടാകുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്കൊരു ഓരോ അക്ഷരങ്ങളും പാട്ടുപാടി സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഒന്ന് ഫോദാണ് അല്ലെ. ഫോ ഫോ ഫി ഫോ ഫുൻ, ഫോ ഫി ഫോ ഫുൻ, ഫോ ഫോ ഫി ഫുനൽ, ഫോ ന ഫുന. രണ്ട് സായ്, സ സ സി സ സുൻ, സ സി സ സുൻ, സ സ സി സുനൽ, സ ന സുന. മറ്റക്ഷരം സീൻ, സ സ സി സ സുൻ, സ സി സ സുൻ, സ സ സി സുനൽ, സ ന സുന. ഈ രൂപത്തിൽ എല്ലാ അക്ഷരങ്ങളും പാട്ടുപാടി പഠിച്ച് ക്ലിയർ ആക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഖുർആൻ ഓതുന്ന സമയത്ത് യഥാർത്ഥ അക്ഷരം നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നക്ഷരങ്ങളുടെ മഖ്റജ് കഴിഞ്ഞ ദിവസം മൂന്നക്ഷരങ്ങളുടെ മഖ്റജ് നമ്മൾ പറഞ്ഞു. ഇന്ന് മൂന്നക്ഷരങ്ങളുടെ മഖ്റജ് നമ്മൾ പറഞ്ഞു. ഇൻഷാ അള്ളാഹ് ഒരു മൂന്നക്ഷരങ്ങളുടെ മഖ്റജ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ മൂന്നക്ഷരങ്ങളുടെ മഖ്റജ് കൂടെ പറഞ്ഞതോടുകൂടെ നാവ് എന്ന പ്രധാനപ്പെട്ട മഖ്റജ് എന്ന് വരുന്ന അക്ഷരങ്ങൾ ഇതോടുകൂടെ കഴിയും. ഇനി ഇൻഷാ അള്ളാഹ് അടുത്തത് തരിമൂക്ക്, അതുപോലെ തന്നെ വായുടെ ഉൾവശം, അതുപോലെ തന്നെ രണ്ട് ചുണ്ടുകൾ. പ്രധാനപ്പെട്ട മഖ്റജുകൾ 5ആണ്. തൊണ്ട, അതിൽ നിന്ന് 6 അക്ഷരങ്ങൾ വരുന്നു. നാവ്, അതിൽ നിന്ന് 18 അക്ഷരങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ പിന്നെ തരിമൂക്ക്, അതിൽ നിന്ന് 2 അക്ഷരമാണ്. പിന്നെ വായുടെ ഉൾവശം, അതിൽ നിന്ന് 3 അക്ഷരമാണ്. പിന്നെ രണ്ട് ചുണ്ടുകളുടെ ഇട, അതിൽ നിന്നും രണ്ട് ചുണ്ടുകൾ എന്ന പ്രധാനപ്പെട്ട മഖ്റജിൽ നിന്നും 4 അക്ഷരങ്ങൾ. ഇങ്ങനെയാണ് ഓരോ മഖ്റജിൽ നിന്നും അക്ഷരങ്ങൾ വരുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് 3 അക്ഷരങ്ങളാണ്. സീൻ, സായ്, ഫോദ്. മനസ്സിലായി? ഈ അക്ഷരങ്ങളുടെ മഖ്റജ് ഫോ, ഫി, സു, ഒഫ്, ഒഫ്. മനസ്സിലായല്ലോ? സ, സി, സു, അസ്. അതുപോലെ തന്നെ സ, സി, സു, എസ്. ഷ അല്ല, ഷീനിന്റെ മഖ്റജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നാവിന്റെ മധ്യവും അതിനോട് നേരിടുന്ന അണ്ണാക്കുമാണ്. അത് രണ്ടും നേരിടുന്ന അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഷീൻ ഉണ്ടാകുന്നത്. പക്ഷെ സീൻ ഉണ്ടാകുന്നതോ, സീൻ, ഫാദ്, സായ് ഈ മൂന്നക്ഷരങ്ങൾ ഉണ്ടാകുന്നത് നാവിന്റെ കൂർത്തറ്റവും താഴെ മുൻപല്ലിന്റെ മുകൾ വശം അഥവാ താഴെ മുൻപല്ലിന്റെ ഇടയിൽ തട്ടുമ്പോഴാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി അക്ഷരങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം.